ഹായ് എവ്രിവൺ, ഐ എം ഡോക്ടർ ജസ്റ്റിൻ സാദിഖ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള MDMA പറ്റിയിട്ടാണ്. MDMA അഥവാ 3,4-മെഥിലീൻ ഡയോക്സി മെഥാംഫെറ്റമിൻ. MDMA എന്ന് പറയുന്നത് ഒരു സൈക്കോ ആക്റ്റീവ് ഡ്രഗാണ്. ഓറൽ കാവിറ്റിയിൽ ഉണ്ടാക്കുന്ന, നമ്മുടെ ബോഡിയിലും ഉണ്ടാക്കുന്ന സൈഡ് എഫക്ട്സിനെ പറ്റിയിട്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓറൽ കാവിറ്റിയിൽ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ഫസ്റ്റ് വൺ, ഡ്രൈ മൗത്ത് അഥവാ വരണ്ട വായ. ഉമിനീരിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ പല്ലുകളിൽ കേട് കാണപ്പെടാം. സെക്കൻഡ് തിങ്, ടൂത്ത് ഗ്രൈൻഡിങ് അല്ലെങ്കിൽ ടൂത്ത് ക്ലെൻജിങ് അഥവാ ബ്രക്സിസം. ടൂത്ത് ക്ലെൻജിങ് അല്ലെങ്കിൽ ടൂത്ത് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് പല്ലിറുമൽ. ഇങ്ങനെ പല്ലിറുമുന്നത് വഴി പല്ലിന് തേയ്മാനം ഉണ്ടാവുകയും അതേ തുടർന്ന് പല്ലിന് പുളിപ്പ് അനുഭവപ്പെടാം. അതുകൂടാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പല്ലിറുമുന്നത് വഴി TMJ ജോയിന്റിനൊക്കെ പ്രശ്നം വരാം. തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറൊക്കെ കൂടുന്നത് വഴി മോണയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവും. നെക്സ്റ്റ് തിങ്, നംനെസ് ഓർ ടിംഗ്ലിംഗ് സെൻസേഷൻ. ചുണ്ടിന് ചുറ്റും, കവിളിന് ചുറ്റും, നാക്കിലൊക്കെ ഒരു മരവിപ്പ് അനുഭവപ്പെടാം. ദെൻ ഓറൽ ഇൻഫെക്ഷൻസ്. ഓറൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ, വൈറൽ ഇൻഫെക്ഷൻസ്. അതുകൂടാണ്ട് വായിൽ ധാരാളമായിട്ട് അൾസേഴ്സ്, വായ്പുണ്ണൊക്കെ കാണപ്പെടാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അമിതമായ MDMA യൂസേജ് വഴി ഓറൽ ക്യാൻസറും ഉണ്ടാവാം. വായിൽ ഇത്രയേറെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന ഈ ഡ്രഗ് സിസ്റ്റമാറ്റിക്കലിയും ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അഥവാ ഹൈപ്പോതെർമിയ. ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുതലായിട്ട് അനുഭവപ്പെടാം. അതുകൂടാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് റേറ്റ് കൂടുതലാവാം, ബ്ലഡ് പ്രഷർ കൂട്ടും, കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഉണ്ടാവാം, ലിവർ ഫെയിലർ, ലിവർ ഡാമേജ് ആക്കാം. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് കാണപ്പെടാം. ഇത്രയേറെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന ഈ ഡ്രഗ് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൈകോർക്കാം. താങ്ക് യു.